നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചൈന എന്നും ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ ആശങ്കയാണ്. കാരണം കോവിഡ് വന്നപ്പോൾ നമ്മളത് കണ്ടതാണ്. ചൈനയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട കോവിഡ് വകഭേദം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പടർന്നു പിടിക്കുകയും നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും അതുവരെ ഇല്ലാത്ത വീടെല്ലാം അടച്ചുപൂട്ടി ഇരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. ഏതായാലും വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ കോവിഡിൽ നിന്ന് കരകയറിയത്. നമ്മൾ മലയാളികളാണെങ്കിൽ കൂടി ഈ പറയുന്ന ക്വാറന്റൈനും മാസ്ക് ഉപയോഗിക്കുന്നതും സാനിറ്റൈസർ ഉപയോഗിക്കുന്നതെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരെ എത്തിയിരുന്നു. നിരവധി ആളുകളാണ് ഈ ഒരു കോവിഡ് മൂലം മരണപ്പെട്ടത്. ഇപ്പോഴിതാ വീണ്ടും ആശങ്കയുണർത്തുകയാണ് ചൈന. വവ്വാലുകളിൽ നിന്ന് പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള കോവിഡിന്റെ ഒരു പുതിയ വകഭേദം ഇപ്പോൾ ചൈനയിൽ കണ്ടെത്തി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇതാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾക്കിടയിൽ ആശങ്ക ഉയർത്തുന്നത്. HKU5CoV2 ആണ് പുതിയ ഇനം വകഭേദം. കോവിഡിന് കാരണമായ SARS-CoV-2ന്റെ അതേ ശേഷിയുള്ള വൈറസാണിത്. ഇതിന് കോശ ഉപരിതല പ്രോട്ടീൻ കോശങ്ങളിലേക്ക് നുഴഞ്ഞു കയറാൻ ശേഷിയുള്ളതിനാൽ മനുഷ്യരിൽ അണുബാധയുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ചൈനീസ് ജേണലായ സെൽ സയന്റിഫിക്കിലാണ് പുതിയ വൈറസിനെ കുറിച്ചുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചത്. ബാറ്റ് വുമൺ എന്നറിയപ്പെടുന്ന ചൈനീസ് വൈറോളജിസ്റ്റായ ഷി ഷെങ്ലിയാണ് ഗ്വാങ്ഷോ ലബോറട്ടറിയിൽ ഗവേഷണം നടത്തിയത്. പുതിയ വൈറസിനെ മനുഷ്യരിലേക്ക് രോഗം വ്യാപിപ്പിക്കാനുള്ള ശേഷി ഉണ്ടെങ്കിലും മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്നതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഗവേഷണം നടന്നുവരികയാണ്. ഇതിനകം തന്നെ കോവിഡിന്റെ നിരവധി വകഭേദങ്ങൾ കണ്ടെത്തിയെങ്കിലും അവയിൽ ചിലത് മാത്രമേ മനുഷ്യരിലേക്ക് വ്യാപിക്കുന്നുള്ളൂ. ഹോങ്കോങ്ങിലെ ജാപ്പനീസ് പെപ്പിസ്ട്രൽ വവ്വാലിൽ നിന്ന് തിരിച്ചറിഞ്ഞ HKU5 എന്ന കോവിഡിൽ നിന്നുള്ള വകഭേദമാണ് ഇത്. മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോമിന് കാരണമാകുന്ന വൈറസും ഇതിൽ ഉൾപ്പെടുന്നു. SARS-CoV-2 പോലെ ഇതിലും ഫ്ലൂറിൻ ക്ലീവേജ് സെറ്റ് എന്നറിയപ്പെടുന്ന ഒരു വിശേഷത അടങ്ങിയിട്ടുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. ഇത് കോശപ്രതലത്തിലെ ACE2 റിസപ്റ്റർ പ്രോട്ടീൻ വഴി കോശങ്ങളിലേക്ക് പ്രവേശിക്കാൻ സഹായിക്കുന്നു. പ്രധാനമായും ഈ വൈറസ് മനുഷ്യന്റെ കുടലുകളെയും ശ്വാസനാളത്തെയുമായിരിക്കും ബാധിക്കുക. ഇതിന് വ്യാപനശേഷി കുറവാണ്. അതേസമയം മിനിസോട്ട സർവകലാശാലയിലെ പകർച്ചവ്യാധി വിദഗ്ധനായ മൈക്കൽ ഓസ്ട്രഹോം പഠനത്തോട് പ്രതികരിച്ചിട്ടുണ്ട്. 2019 കാലഘട്ടത്തെ അപേക്ഷിച്ച് സാസ് വൈറസുകളെ പ്രതിരോധിക്കാൻ ജനങ്ങൾക്ക് പ്രതിരോധ ശേഷി കൂടുതലായും ഉണ്ടെന്നും വലിയ ദുരന്തമുണ്ടാകില്ലെന്നുമാണ് പറയുന്നത്. 2019 ഡിസംബറിലാണ് ചൈനയിൽ ആദ്യമായി നോവൽ കൊറോണ വൈറസ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത്. ഇത് ലോകമെമ്പാടും പടർന്ന് 2025 ഫെബ്രുവരിയിൽ പുറത്തു വന്ന കണക്ക് പ്രകാരം കോവിഡ് മൂലം 70 ലക്ഷത്തിലധികം ആളുകളാണ് ലോകത്താകെ മരിച്ചത്. ഇത് ചരിത്രത്തിൽ 5ാമത്തെ ഏറ്റവും വലിയ മഹാമാരിയായി മാറുകയായിരുന്നു. ഏതായാലും പുതിയ വകഭേദം കൂടി ഇപ്പോൾ ചൈനയിൽ കണ്ടെത്തിയ സ്ഥിതിക്ക് ആശങ്കയേറുകയാണ്. ഏതായാലും ഇതിന്റെ മറ്റുള്ള ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല.